ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകും. ശ്രീ അജയകുമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ആരാ? അവിടുത്തെ ഒരു അധ്യാപകനല്ലേ? അല്ലേ? ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ ഒരു അധ്യാപകനല്ലേ? അദ്ദേഹത്തോട് സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു? അദ്ദേഹത്തെ മാധ്യമങ്ങൾ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ സർക്കാർ സസ്പെൻഡ് ചെയ്യില്ലായിരുന്നോ? മാധ്യമങ്ങളാണോ സംരക്ഷിച്ചത്? ആരാ സംരക്ഷിച്ചത്? അദ്ദേഹത്തിനോടൊപ്പം എന്തായിരുന്നു വീണ ജോർജിന്റെ നിലപാട്? എന്തായിരുന്നു? വീണ ജോർജ് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയായിരുന്നോ? മാധ്യമങ്ങൾ പറയുന്നിടത്താണ് ഈ സർക്കാർ പോയെങ്കിൽ ഈ സർക്കാർ ഈ ജനങ്ങൾക്കെതിരായി മാറുമായിരുന്നു. മാധ്യമ വിചാരണ നടത്തുന്ന ഈ ഗവൺമെന്റിനെതിരെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചൊന്നും പിടിച്ചില്ല. മാധ്യമ വിചാരണ ഈ ഗവൺമെന്റിനെതിരെ നടത്തുമ്പോഴും ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സർക്കാരാണ്. സർക്കാർ വികസന രംഗത്തും ക്ഷേമ രംഗത്തും നന്നായി. ഒരു പ്രദേശത്തിന്റെ അടിസ്ഥാന വികസനമാണ് ആദ്യം തുടങ്ങേണ്ടത്. നമ്മുടെ തൊട്ടപ്പുറത്ത് കാണാൻ ഇവിടുത്തെ 4 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ NH66 കാണാൻ പറ്റും. ഈ പിണറായി വിജയൻ സർക്കാർ വരുന്നതിന് മുമ്പ് 10 വർഷം മുമ്പ് ദേശീയ ഹൈവേ അതോറിറ്റി കേരളത്തിൽ നിന്ന് മതിയാക്കി പോയൊരു പ്രവർത്തനമാണ്. എന്തുകൊണ്ടാണ് മതിയാക്കിയത്? സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു, അതിന് സാധിക്കില്ല എന്ന് കോൺഗ്രസിന്റെ സർക്കാരും പറഞ്ഞു. അത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നിർത്തിപ്പോയി. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കണം, ഈ കന്യാകുമാരി തൊട്ട് അങ്ങ് പനവേൽ മുംബൈ വരെ നീണ്ടു കിടക്കുന്ന ഈ NH66 കേരളമല്ലാതെ വേറെ ഏത് സംസ്ഥാനമാണ് സ്വന്തം പൈസക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത് NHAക്ക് കൊടുത്തിട്ടുള്ളതെന്ന് ഈ നിങ്ങൾ വ്യക്തമാക്കി പോകണം. പിന്നെ കഴിഞ്ഞില്ല നിങ്ങൾ അവസരത്തെ ഇടപെടല്ലേ? ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ അവതാരകൻ നിൽക്കുകയാണ്. മെനിഞ്ഞാന്ന് പച്ചയ്ക്ക് വർഗീയത ഒരു കാക്കച്ചിയ ഹിന്ദു സ്ത്രീയെ കൊണ്ട് കെട്ടിച്ചൊന്ന് പച്ച വർഗീയ ഫേസ്ബുക്ക് കുറിച്ച് അനിൽ നമ്പിയുടെ ഫ്രണ്ടി വെച്ചിട്ടാണ് ഇവിടെ വർഗീയതയെ കുറിച്ച് സംസാരിക്കുന്നത്. ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മറുപടി ദേശീയപാത വികസനം ചൊറിയും കാണുമ്പോ ചൊറിയും. വളരെ സന്തോഷകരമായ ഒരു മേടിച്ചോ. ബെസ്റ്റ് ഓഫ് ലക്ക്. കാണുമ്പോ ചൊറി. ദേശീയപാത വികസനം ഇതേതോടല്ലേ? പക്ഷേ പറ മറുപടി. എനിക്കറിയാം എന്നോടൊരു ചോദ്യം ചോദിച്ചു. ദേശീയപാത നിങ്ങൾ പേടിക്കണ്ടാതെ. ദേശീയപാതക്ക് മറുപടി വളരെ സിൻസിയർ ആയിട്ട് ഒരു ചോദ്യമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചോദ്യത്തെ. 900 കോടി രൂപ ചെലവാക്കി 10 വർഷത്തിന് മുമ്പ് ദേശീയപാത ഇവിടെ നടന്നില്ലല്ലോ. 10 വർഷത്തിന് ശേഷം ദേശീയപാത നടക്കുന്നല്ലോ. അതിന്റെ പേര് ദേശീയപാത എന്നാണ്, സംസ്ഥാന പാത എന്നല്ല. നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ചോദ്യം. അതായത് 10 വർഷത്തിന് മുമ്പ് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രം ഭരിച്ചിരുന്നില്ല. 2014 ഒരു നരേന്ദ്രമോദി സർക്കാർ ഈ അധികാരത്തിലേക്ക് വരുന്നത്. ഇനി സർക്കാർ സ്ഥലമേറ്റെടുത്തതിനെ കുറിച്ച് പറയാന്നേ. ഉത്തരം പേടിയുണ്ടോ? മറുപടി പറയട്ടെ. നിങ്ങൾ ശാന്തരാവുന്നേ. മറുപടി പറയട്ടെ. പേടിയുണ്ടോ? ഉത്തരം പേടിയുണ്ടോ? കുട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? ഇത് രണ്ട് അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ പറയാം. 900 ചോദ്യം ചോദിച്ചാ മറുപടി വേണ്ട. 900 കോടി രൂപ 90 ലക്ഷം കോടി രൂപ മുടക്കുന്ന പദ്ധതിയിൽ 5600 കോടി രൂപ കേരളം കൊടുത്തു എന്നുള്ളതാണ്. അതിനു വരെ കണക്ക് പറഞ്ഞ് നികുതി കേരളത്തിന്റെ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട്. സ്ഥലം ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാതിരുന്നതെന്ന് അറിയോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് കേൾക്കൂ. അടികൂടാൻ വേണ്ടി മാത്രമാണോ? മറുപടി വേണ്ട. മറുപടി മാറിയൊന്ന് പ്ലീസ്. പ്രശ്നം ഉണ്ടാക്കാനായി കുറെ പേര് വന്നിട്ടുണ്ടല്ലോ. ദൈവമേ, പ്ലീസ് കുറെ സമയമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒന്നിരിക്കും പ്ലീസ്. ചോദിക്കുക, ഉത്തരം അവര് തന്നെ പറയാം. അവർക്ക് ഇഷ്ടമുള്ള ഉത്തരം കിട്ടിയില്ലെങ്കിൽ ബഹളം വെക്കുക, അലങ്കോലപ്പെടുത്തുക. നിങ്ങളുടെ ഇതിലായിക്കോട്ടെ. പാവപ്പെട്ട പിണറായി വിജയൻ സഖാവിന്റെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെ എല്ലാം നിങ്ങൾക്ക് ഉത്തരം വേണ്ടേ? പിന്നെ ചെയ്തു. ഗോവയിൽ നിന്ന് കേരളത്തിന്റെ അങ്ങേയറ്റം വരെയുള്ള ഈ ദേശീയപാത വികസനം പിണറായി വിജയൻ സഖാവ് നടത്തി ഞാൻ അംഗീകരിക്കുന്നു. ഗോവ പനാജി മുതൽ ഇങ്ങി കന്യാകുമാരി വരെ നടക്കാൻ പോകുന്ന ഈ വികസനം പിണറായി വിജയൻ സഖാവ് കഷ്ടപ്പെട്ട് നടപ്പിലാക്കി. പോട്ടെ, നമുക്കെല്ലാം സന്തോഷം. എന്നാൽ ഇവിടെ വേറൊരു പാതയുണ്ടല്ലോ, നമ്മുടെ ഈ പരിശോധിക്കൽ വഴി കടന്നു പോകുന്ന. അത് കരമനയ്ക്കിപ്പുറം കളിയിക്കാതെ കുറെ കാലമായി ഇവിടെ നടപ്പിലാക്കുമെന്ന് പറയുകയാണല്ലോ. എന്തേ ഇതൊന്നും നടപ്പിലാക്കാനുള്ള ആർജവത്തിന്റെ 4-1
ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കാണിക്കാത്തത്? ഈ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതിന്റെ എല്ലാം ഭാഗമായി പോയി പങ്കുപറ്റി വിളിച്ചുകൂടി ഫ്ലെക്സ് വെച്ച് നടക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന, ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്ന, ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പാതയോരത്തിന്റെ വീതി പോട്ട്, ആ ഇളകിപ്പോയ ടാറിന്റെ കുഴിയെങ്കിലും ഒന്ന് അടയ്ക്കാൻ എന്തേ നിങ്ങൾ തയ്യാറല്ല? അതിന്റെ ക്രെഡിറ്റ് എടുത്തൂടെ? അതിന്റെ ക്രെഡിറ്റ് എടുത്തോടെ? അത് ഏറ്റെടുക്കാൻ നിങ്ങൾ മടി കാണിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ദേശീയപാത വികസനം ഞാൻ പറയാൻ വിട്ടുപോയത് ഓർമ്മിപ്പിച്ചതിനോട് എന്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോട് നന്ദിയും പറയാം. സൂചിപ്പിച്ചല്ലോ, ജല ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് മരുന്ന് കുറച്ച് കിട്ടുന്നു എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലാകാലങ്ങളുടെ ഭരണത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം സേവന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് വലിയ സംഭവമായിരിക്കാം. പക്ഷേ നമ്മുടെ ഈ ചർച്ച നടത്തുന്നതിന്റെ തൊട്ടപ്പുറത്ത് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്ര എന്ന് പറയുന്നിട്ട് ഒരു ഷോപ്പ് അവിടെ നിൽക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഈ ഷോപ്പ് നിലനിൽക്കുന്നുണ്ട്. ഈ ഇൻസുലിനൊക്കെ വളരെ വില കുറച്ച് അവിടെ കിട്ടുന്ന സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ആരുടെയും സംവിധാനമില്ലാതെ നടപ്പിലാക്കിയിട്ടുണ്ട്. മരുന്നുകൾ വില കുറച്ച് കിട്ടുന്ന സംവിധാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അടുത്ത് സൂചിപ്പിക്കാം. അതെ, ക്വാളിറ്റി വളരെ കൂടുതലായതുകൊണ്ടാണ് കേരളത്തിലെ ഹോസ്പിറ്റലിനകത്ത് കത്രിക വയറ്റിനകത്ത് കയറ്റി വെച്ച് കടത്തി വിടുന്നത്. ക്വാളിറ്റിയുള്ള കത്രികയായിരുന്നു വയറ്റിനകത്ത് കയറ്റി വെച്ച് വിട്ടത്. 2, ഇത് തീർന്നില്ല. ഈ ഗ്ലൗസ് ഉണ്ടല്ലോ, ഗ്ലൗസ് മുറിവിലേക്ക് കെട്ടുമ്പോൾ മുറിച്ച് ഗ്ലൗസ് വെച്ച് മുറിവിൽ കെട്ടിവിട്ടു. ക്വാളിറ്റിയുള്ള ചികിത്സയാണ്. ഒരു വിവരവുമില്ല. ഞാൻ എല്ലാവരും ആക്ഷേപിക്കുന്നൊന്നുമില്ല, എല്ലാം മോശമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ശരിയായ നിലവാരത്തിലേക്ക് ഉയരണമെന്ന അഭിപ്രായമാണ് താഴരുത്. ഞാൻ സൂചിപ്പിക്കാം. ഞങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ കൊടുത്തു എന്നുള്ളതാണ്. 6 മാസം പെൻഷൻ കൊടുക്കൂല. ഇലക്ഷൻ വരുന്നതിന് മുമ്പ് കൊടുക്കാനുള്ള എല്ലാ പെൻഷനും ഒരുമിച്ച് കൊടുക്കും. അതായത് 6 മാസവും 1 വർഷവും കൊടുക്കാതിരുന്ന പെൻഷൻ ഒരുമിച്ച് കൊടുക്കുന്നത് വികസനത്തിന്റെ നേട്ടമാണ്. ഇവിടെ ഒരു പദ്ധതി ഞാൻ പറഞ്ഞുതരാം. വിഷുവിന്റെ കാലഘട്ടം തുടങ്ങിയിട്ടില്ല എന്നുള്ളത്. സംസാരിക്കട്ടെ. നിങ്ങൾ നിങ്ങൾക്ക് അവസരമുണ്ട് സൂചിപ്പിക്കാം. നിങ്ങൾ എന്തിനാണ് സംസാരിക്കട്ടെ? എന്താ പറയുന്നൊന്നും ഇഷ്ടാവുന്നില്ലേ? സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അസ്വസ്ഥമായത് കൊണ്ട് കാര്യമില്ല. കേരളത്തിൽ പെൻഷൻ മുടങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുടങ്ങിക്കിടന്ന പെൻഷൻ ഒരുമിച്ച് കൊടുത്തത് വലിയ നേട്ടമായി ഫ്ലക്സ് ബോർഡ് അടിച്ചു വെച്ചു എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ സ്കൂളുകളിൽ 10 വർഷത്തിന് മുമ്പ് കേരളത്തിൽ CPM ഇല്ലായിരുന്ന, ഇവിടെ VS അച്യുതാനന്ദൻ മോശമായിരുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശമായിരുന്ന, അത് പറയണം. നിങ്ങൾ ഇതെല്ലാം മോശമായിരുന്നു. ഞങ്ങളുടെ വാദത്തോട് പൂർണ്ണമായും LDFന്റെ സഹോദരന്മാർ യോജിക്കുകയാണ്. കേരളത്തിൽ 10 വർഷത്തിന് മുമ്പും ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുന്നത്. ഇതെല്ലാം ഈ നാട്ടിൽ നിങ്ങൾ ഭരിച്ച് മുടിച്ച് നാടിനെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. ഓർമ്മല്ലേ? ഇല്ല, പോയിട്ട് 2 കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും കേട്ടോ. ചോദ്യം. നേരത്തെ ഇവിടെ LDFന്റെ പ്രതിനിധി പറഞ്ഞു LP സ്കൂളുകളെ കുറിച്ച്, വികസനത്തിനെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സെക്രട്ടേറിയറ്റിന് മുന്നേ നിങ്ങൾ പോകണമായിരുന്നു. LPST സ്കൂൾ ടീച്ചേഴ്സിന്റെ റാങ്ക് ലിസ്റ്റിലുള്ള 1ാം റാങ്കുള്ള ഉദ്യോഗാർത്ഥികൾ വരെ അവിടെ മുട്ടി കഴുകുകയും കരിയോലുവായി മുഖത്ത് കഴിച്ചും ഈ സർക്കാരിനെതിരെ സമരം നടത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. PSC വഴി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അനേക കണക്കിന് ലിസ്റ്റുകളാണ് 1ാം റാങ്കിലുള്ള ആൾക്കാർക്ക് പോലും ജോലി നൽകാതെ ക്യാൻസൽ ചെയ്തത്. അങ്ങനെ യുവാക്കളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ കേരളം ഭരിച്ചു മുടിക്കുന്നതെന്നാണ് ഇപ്പൊ ഇവിടുത്തെ യുവജനതയ്ക്ക് പറയാനുള്ളത്. ഉത്തരം പറ. PSC വഴി തൊഴിൽ ലഭ്യമാവണമെങ്കിൽ PSC വഴി തൊഴിൽ ലഭ്യമാവണമെങ്കിൽ പൊതുമേഖലയിൽ ഒഴിവ് വേണം. പൊതു സംരംഭങ്ങളിൽ ഒഴിവ് വേണം. അത് പൊതുമേഖലാ സ്ഥാപനങ്ങളായ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും പൊതു ആരോഗ്യ മേഖലയാണെങ്കിലും പൊതു വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിലും വേണം. പ്ലീസ് റാങ്ക് ലിസ്റ്റ് സംസാരിക്കുന്നത് ശരിയല്ല. ഇതെല്ലാവരും കാണുന്നുണ്ട്. കാണട്ടെ. എല്ലായിടത്തും ചർച്ച നടത്തുന്നതാണ്.
എല്ലായിടത്തും ചർച്ച നടത്തുന്നതാണ്. പാറശാലയിൽ മാത്രമല്ല, എല്ലായിടത്തും ചർച്ച നടത്തുന്നതാണ്. ചർച്ച നടത്തുന്നതാണ്. ചർച്ച നടത്തുന്നതാണ്. ചർച്ച നടത്തുന്നതാണ് എല്ലാ സ്ഥലത്തും. അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. അതെ അതെ, എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചാ ഓരോരുത്തർ ജീവിക്കുന്ന. ഇതാണോ നിങ്ങളുടെ ഉദ്ദേശം? അടിച്ചില്ലാണ്ടാക്കുക എന്നുള്ളതാണോ? അടിച്ചില്ലാതാക്കുക എന്നുള്ളതാണോ? അടിച്ചില്ലാതാക്കുക എന്നുള്ളതാണോ? അടിച്ചില്ലാതാക്കുക എന്നുള്ളതാണോ? ആരാ മര്യാദകേട് കാണിച്ചത്? ആരാ മര്യാദകേട് കാണിച്ചത്? ആ സംസാരിക്കുന്നത് തടയാൻ പോയതാണ്, അല്ലാതെ കൈകാര്യം ചെയ്യല്ല വേണ്ടത്. ആര് കൊടുത്തു? എനിക്കറിയാം. നിങ്ങൾ എന്തോന്നാ കാര്യത്തിനാണിത്. എല്ലിന്റെ ഇടയിൽ വറ്റ് കുത്തിയിട്ട് അല്ലാണ്ടെന്താ പറയാ? ഗുണ്ടായിസം എത്രയാണ്? മതിയാക്കാനല്ല ജനസഭ സംഘടിപ്പിക്കുന്നത്. സംസാരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അലങ്കോലപ്പെടുത്തി അവസാനിപ്പിക്കാന്ന് വെച്ചാൽ നടക്കില്ല. അവിടെ നിന്ന് സംസാരിക്കാം. സംസ്കാരം മനസ്സിലായി. ഇത് മുഴുവൻ കാണുന്നുണ്ട്, നാട്ടുകാർ കാണട്ടെ. സംസ്കാരം മനസ്സിലായി. ഇവിടെ നിങ്ങളുടെ പ്രതിനിധി ഉണ്ടല്ലോ, സംസാരിക്കട്ടെ. ഇടതുമുന്നണിയുടെ പ്രതിനിധി ഉണ്ടല്ലോ, സംസാരിക്കട്ടെ. നിങ്ങളെല്ലാം സമാധാനപരമായിരിക്കും. നമ്മൾ സമാധാനപരമായി അവസാനിപ്പിക്കണം. PSC നിയമനങ്ങൾ വൻ കുതിപ്പാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എല്ലാ രംഗത്തും. പക്ഷേ സ്വകാര്യ സംരംഭങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചല്ലോ. അജയ്കുമാർ എന്ത് പറഞ്ഞു? ശ്രീ അജയ്കുമാർ, എത്ര പേർക്ക് ജോലി കൊടുത്തു? എന്താ നിങ്ങൾ എന്നെ നിയന്ത്രിക്കുകയാണോ? എത്ര പേർക്ക് ജോലി കൊടുത്തു? എനിക്കറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത്. എത്ര പേർക്ക് ജോലി കൊടുത്തു? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര യുവാക്കൾക്ക് ജോലി കൊടുത്തു? ഈ സർക്കാർ വന്നതിന് ശേഷം ഒരിടത്തും ഒഴിവ് നികത്താതിരുന്നിട്ടില്ല. PSC എവിടെ പെൻഷൻ ആവുന്നതിന് മുമ്പ് രാത്രി 12 മണിക്ക് PSC ലിസ്റ്റ് പൂർത്തിയാവുന്നതിന് മുമ്പ് രാത്രി ജീവനക്കാരെ എടുത്ത് അഡ്വൈസ് ചെയ്യുന്ന PSC വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ്. അങ്ങനെയാണെങ്കിൽ 3 ലക്ഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവാക്കൾ മാസങ്ങളോളം ശയനപ്രതിഷ്ഠ നടത്തി എന്തിനായിരുന്നു? നിങ്ങൾക്ക് അറിയേണ്ട, നിങ്ങൾ ഈ രാഷ്ട്രീയം പറയുന്നതുകൊണ്ടാണ്. പിൻവാതിൽ നിയമനം ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞില്ലേ? പിൻവാതിൽ നിയമനം പോലീസിലോ? പിൻവാതിൽ നിയമനം അതായത് താൽക്കാലിക ജീവനക്കാരായി കയറ്റിയതിനു ശേഷം അവരെ സ്ഥിരപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായില്ലേ? താൽക്കാലിക ജീവനക്കാരെ വെച്ചത് എവിടെയാ അറിയാലോ? പഞ്ചായത്ത് മെമ്പർമാർ ഇരിക്കുകയാണല്ലോ, വൈസ് പ്രസിഡന്റ് ഇരിക്കുകയാണല്ലോ. ഹൈക്കോടതിയിൽ ഇടപെട്ടത് 10 വർഷങ്ങൾക്ക് മുമ്പും 20 വർഷക്കാലത്തിന് മുമ്പും 30 വർഷമായും സ്വീപ്പറായി ആശുപത്രികളിലും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൂക്കാൻ പോയിട്ടുള്ള രാഷ്ട്രീയ ഭേദമന്യുള്ള UDF-ന്റെ കാലത്ത് നിയമിച്ചവർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പെർമനന്റ് ആക്കണമെന്ന് തീരുമാനിച്ചു. അതിനെതിരെ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി UDF, BJP, ഈ പറഞ്ഞ ചന്ദ്രശേഖരൻ കോടതി പോയി. അത് നിയന്ത്രിക്കപ്പെട്ടു. കോടതിയുടെ തീരുമാനം അംഗീകരിക്കുകയാണ്. ഈ ഗവൺമെന്റ് കോടതി എടുക്കുന്ന തീരുമാനങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും. അപ്പോ അത്തരത്തിൽ ആരോഗ്യരംഗത്ത് പറഞ്ഞില്ല NHM-ന്റെ കാര്യം. 5 വർഷങ്ങൾക്ക് മുമ്പ് NHM ഡോക്ടർമാര് ഈ പാറശാല ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രി UDF-ന്റെ പ്രവർത്തകരുണ്ടല്ലോ, എത്ര പേരുണ്ടായിരുന്നു? ഇപ്പൊ NHM-ന്റെ ഡോക്ടർമാർ എത്ര പേരുണ്ട്? തുടങ്ങാൻ വേണ്ട. പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സജിയേട്ടാ, വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഓഹോ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ. Yeah.